തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഹരിതകർമ്മ സേനയ്ക്ക് ഇനി പച്ചയില്ല, പകരം കാവിയാണ്. കോർപ്പറേഷൻ ഭരിക്കുന്ന ബി.ജെ.പി. ഭരണസമിതിയാണ് കാവി യൂണിഫോം വിതരണം ചെയ്തത്. പ്രതിഫലനം കൂടുതലുള്ളതിനാലാണ് ഈ നിറം തെരഞ്ഞെടുത്തത് എന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. കാവി പോലിരിക്കുന്ന കോട്ട്, മഞ്ഞ ഹെൽമറ്റ്, കറുത്ത ഷൂ, ഗ്ലൗസ്, റെയിൻകോട്ട് എന്നിവയാണ് സൗജന്യമായി വിതരണം ചെയ്തത്. എന്തല്ലേ അവസ്ഥ? തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. ഭരണത്തിന് വന്നതിന് ശേഷം ഇവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർക്ക് വരെ ഈ പറഞ്ഞ പോലെ കാവ്യ വസ്ത്രം അണിഞ്ഞ് പോകേണ്ട സിറ്റുവേഷനാണ്. ഞാനിപ്പോൾ ജർമ്മനിയിലാണുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കും ഉണ്ട് കേട്ടോ. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എനിക്ക് കിട്ടിയ കാവ്യ വസ്ത്രമാണ്. ഇതിൽ മറ്റേ നമ്മുടെ ഇതൊന്നും എഴുതിയിട്ടില്ല, ഗാന്ധിജിയുടെ പടവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് ഇവിടെയും ഈ കാവ്യവസ്ത്രം ഇടേണ്ടി വരും കേട്ടോ. ഇങ്ങനെ നമ്മൾ കാവ്യവസ്ത്രം ഇട്ട് വേണം ഇവിടെയും ജർമ്മനിയിലും പണിയെടുക്കാനായിട്ട്. ഇതും ഇവിടുത്തെ ഒരു എന്താ പറയുക ആചാരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നയിച്ചു തന്നാണ്. പിന്നെ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാവ്യവസ്ത്രം പറ്റിയില്ലെങ്കിൽ SNDP നമ്മുടെ വെള്ളാപ്പള്ളി നടേശ അയച്ചെന്ന വേറൊരു വസ്ത്രമുണ്ട് കേട്ടോ. അതായത് ഈ മഞ്ഞ വസ്ത്രം, ഇത് നമ്മൾ ഇവിടുത്തെ ഗുരു ജയന്തിക്കോ അല്ലെങ്കിൽ സമാധിക്കോ ഒക്കെ നമ്മൾ ഗുരുവിൻ്റെ സമാധി ദിവസമൊക്കെ നമ്മൾ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോകും കേട്ടോ. നമ്മുടെ ജർമ്മനിയിൽ ഇത് SNDP യോഗം അയച്ചു തന്നാണ് കേട്ടോ. വെള്ളാപ്പള്ളി നടേശനും ടീമൊക്കെ അയച്ചു തന്നതാണ്. അതും പറ്റിയില്ലെങ്കിൽ നമ്മുടെ മലപ്പുറത്തെ ലീഗിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് വേറെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഉണ്ട് നമുക്ക് ഇടാനായിട്ട്. അതങ്ങനെ പല ഓരോരോ ഭരണസമിതി മാറുന്നതനുസരിച്ച് ഓരോന്നിങ്ങനെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഇവിടെ മനോരമ ഇതിൻ്റെയൊക്കെ ബോധമുണ്ട്. റിഫ്ലക്റ്റീവ് ജാക്കറ്റ് എന്താണെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി വെസ്റ്റ് എന്താണെന്നും അറിഞ്ഞാത്ത കുറേ പൊട്ടന്മാരാണ് ഈ തലപ്പത്തിരിക്കണം മനോരമയുടെ എഡിറ്റേഴ്സായിട്ടിരിക്കണം. ഇതൊക്കെ ആൾക്കാർ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഈ ഹരിതകർമ്മ സേനയിൽ ചേച്ചിമാർ റോഡിൽ നിന്ന് പണിയെടുക്കുമ്പോഴോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയാലോ റോഡ് സേഫ്റ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൂറാണ്. ഈ വണ്ടികളൊക്കെ ചീറിപ്പഞ്ഞ് പോകുമ്പോൾ റൂൾസും റെഗുലേഷൻസും ഒന്നും വരികാതെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഈ ചേച്ചിമാരവിടെ ചവറ് വരാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ അവർ ഈ സാധനം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്പോട്ട് ചെയ്ത് അവരൊന്ന് വെട്ടിച്ച് മാറിയെങ്കിൽ പോയില്ലേ. ഇതൊക്കെ ഒരു വലിയ ന്യൂസ് ആക്കിയിട്ട് കൊണ്ടു നടക്കുകയാണ്. സത്യം നമ്മൾ കേരളത്തിൽ നിന്നാണ് ഈ പറഞ്ഞാൽ ഇങ്ങനത്തെ ന്യൂസൊക്കെ വരുന്ന പറയുമ്പോൾ നാണക്കേടാണ്. ഇതുപോലെ അറിഞ്ഞാത്ത ആൾക്കാരാണോ ഈ മനോരമയുടെ എഡിറ്റോറിയൽ ബോർഡിലേക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഷെയിം. സത്യം ദയവ് ചെയ്ത് ഇങ്ങനത്തെ പോസ്റ്റുകളൊന്നും ഇടാതിരിക്കട്ടെ. നോർമൽ TV ചാനലുകളുടെ ന്യൂസൊക്കെ ഇപ്പം ആൾക്കാർ അധികം ഫോളോ ചെയ്യുന്നില്ല. അപ്പം എല്ലാ ചാനൽസും ഇപ്പം ഓൺലൈനിൽ കൂടെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെയാണ് അവരുടെ ന്യൂസൊക്കെ ഇടുന്നത്. അപ്പം കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാനും കൂടുതൽ കമന്റ് കിട്ടാനും ആയിരിക്കും നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞ സാധനം ദയവ് ചെയ്ത് ചെയ്യാതിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം. ആയിരിക്കും ചൂസ്.